ഒരു വർഷം മുന്നേ നമ്മളെ വീട്ടിൽ നട്ടിട്ടുള്ള മിറാക്കളിന്റെ തൈയാണ് കേട്ടോ അത്. ഇപ്രാവശ്യം ഇതിൽ അത്യാവശ്യം നല്ലപോലെ കായ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ കായ ഉണ്ടായപ്പോലെ കിളികൾ കൊത്തിക്കൊണ്ടായതായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വലയിട്ട് വെച്ചു കേട്ടോ, കിളികൾ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലോണം പഴുത്ത് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10-20 എണ്ണം ഉണ്ട്. നമുക്കിത് പറിച്ചെടുക്കാം. 2 എണ്ണമൊക്കെ അവിടെ വെക്കാം, അത് കിളികൾ കൊണ്ടുപോയിക്കോട്ടെ കേട്ടോ. അവർ പച്ചയും കൊത്തി കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഇത്തിരി കുഞ്ഞന്മാരാട്ടോ, നല്ല ടേസ്റ്റാണ്. ചിഞ്ചുരു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പത്തേക്ക് കിളികളില്ലേ, അത് കൊത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, അപ്പൊ പിന്നെ കിട്ടില്ലല്ലോ. അപ്പൊ ഇതില് ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഉണ്ടായ ഉടനെ 1-2 ഉണ്ടായപ്പം ഞങ്ങൾ ഇതിന്റെ പകുതിയൊക്കെ വെച്ച് കഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറത്തോളം നമ്മൾ പുളിയിൽ എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. അപ്പൊ നല്ലൊരു പഴുത്തെടുക്കാം. ഇത് തിന്നുമ്പോൾ ചെറിയ പുളിയും ഒരു മധുരവും അതൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത കുരുണ്ട്. വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഇതിന്. പക്ഷെ ഇത്രയും ചെറിയത് കഴിച്ചിട്ട് നമ്മൾ എത്ര പുളിയില്ല, നാരങ്ങയൊക്കെ ഇല്ലേ, നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഇല്ലേ, അത് നമ്മൾ തിന്നുമ്പോൾ ഇല്ലേ ജ്യൂസൊക്കെ നല്ല പഞ്ചസാരയിട്ട് അടിച്ച് ജ്യൂസ്, അതായത് ലൈമ് കുടിക്കുന്നത് പോലെ കേട്ടോ ഫീൽ ചെയ്യുക. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി ഇങ്ങനെ കറുത്തൊരു കുരുണ്ട് കേട്ടോ. അപ്പം ഞാനത് കഴിച്ചു. ഇനി നമുക്ക് ഞാനിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാളംപുളി ഇല്ലേ, നമ്മളെ വാളംപുളി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ പുളിയച്ചാറൊക്കെ കഴിക്കൂലേ, അതേപോലെ തന്നെ മധുരം. പുളി കഴിക്കാന്നേ തോന്നൂല കേട്ടോ.